ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന് കരുത്തേകി വീണ്ടും ഒരു കാശി തമിഴ് സംഗമം. ഉത്തർപ്രദേശ് വാരാണസിയിലെ നമോഘാട്ടിൽ നടക്കുന്ന കാശി തമിഴ് സംഗമം 2023 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. തമിഴ്നാട്ടിൽ നിന്നും പുതുച്ചേരിയിൽ നിന്നുമുള്ള 1400-ലധികം പേരാണ് ഇത്തവണ കാശി തമിഴ് സംഗമത്തിന്റെ ഭാഗമായത്. സംഗമം ഈ മാസം 30-ന് സമാപിക്കും. ഇന്ത്യൻ നാഗരികതയുടെ കാലാതീതമായ കേന്ദ്രങ്ങളായ കാശിയുടെയും തമിഴ്നാടിന്റെയും ഒത്തുചേരലാണ് കാശി തമിഴ് സംഗമം. രാജ്യത്തിന്റെ വടക്കും തെക്കും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തൽ, കാശിയുടെയും തമിഴ്നാടിന്റെയും സാംസ്കാരിക അടുപ്പത്തെക്കുറിച്ചുള്ള ബോധവത്കരണം എന്നിവയാണ് കാശി തമിഴ് സംഗമം ലക്ഷ്യമിടുന്നത്. സംഗമത്തിന്റെ 2ാം പതിപ്പിനാണ് കഴിഞ്ഞ ഞായറാഴ്ച പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ചടങ്ങിൽ കന്യാകുമാരി വാരാണസി തമിഴ് സംഗമം ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി തിരുക്കുറൽ, മണിമേഖലയെ തുടങ്ങിയ ഇതിഹാസ തമിഴ് സാഹിത്യകൃതികളുടെ വിവിധ ഭാഷകളിലേക്കും ബ്രെയിൽ ലിപിയിലേക്കുമുള്ള വിവർത്തനങ്ങളും പ്രകാശനം ചെയ്തു. കാശി തമിഴ് സംഗമത്തിന് മികച്ച പ്രതികരണമാണ് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലഭിച്ചതെന്നും ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ യാത്രയിൽ അണിചേരുന്നതെന്നും ഉദ്ഘാടന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. मेरे परिवारजनों, पिछले वर्ष काशी तमिल संगमम शुरू होने के बाद से ही इस यात्रा में दिनों दिन लाखों लोग जुड़ते जा रहे हैं. विभिन्न मठों के धर्मगुरु, स्टूडेंट, तमाम कलाकार, साहित्यकार, शिल्पकार, प्रोफेशनल्स, कितने ही क्षेत्र के लोगों को इस संगमम से आपसी संवाद और संपर्क का एक प्रभावी मंच मिला है. സംഗമം വിജയിപ്പിക്കാൻ ബനാറസ് ഹിന്ദു സർവകലാശാലയും IIT മദ്രാസും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. കാശിയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം വൈകാരികവും ക്രിയാത്മകവുമാണ് എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കാശി തെലുങ്ക് സംഗമം, സൗരാഷ്ട്ര കാശി സംഗമം തുടങ്ങിയ സമ്മേളനങ്ങൾ പോലെ തന്നെ കാശി തമിഴ് സംഗമവും ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം ആശയത്തിന് കൂടുതൽ ശക്തി പകരുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളിലും മറ്റ് സംസ്ഥാന രൂപീകരണ ദിനങ്ങൾ ആഘോഷിക്കുന്ന പുതിയ പാരമ്പര്യവും പുതിയ പാർലമെന്റിൽ ചെങ്കോൽ സ്ഥാപിച്ചതും അതേ ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. एक भारत श्रेष्ठ भारत की ये भावना उस समय भी नजर आई जब हमने संसद के नए भवन में प्रवेश किया. नए संसद भवन में पवित्र सेंगोल की स्थापना की गई है. आदिनम के संतों के मार्गदर्शन में यही सेंगोल 1947 में सत्ता के हस्तांतरण का प्रतीक बना था. एक भारत श्रेष्ठ भारत की भावना का यही प्रवाह है जो आज हमारे राष्ट्र की आत्मा को सींच रहा है. ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്വത്വം ആത്മീയ വിശ്വാസങ്ങളിൽ വേരൂന്നിയതാണ്. ആദി ശങ്കരാചാര്യരെയും രാമാനുജനെയും പോലുള്ളവരുടെ യാത്രകൾക്ക് ഇന്ത്യയെ ഒന്നിപ്പിക്കാനും ദേശീയ അവബോധം ഉണർത്താൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നുള്ള അധീന സന്യാസിമാരും നൂറ്റാണ്ടുകളായി കാശിയിലേക്ക് യാത്ര ചെയ്യുന്നതായും അദ്ദേഹം അനുസ്മരിച്ചു. हम भारतवासी
एक होते हुए भी बोलियां, भाषाओं, वेशभूषा, खान पान, रहन सहन कितनी ही विविधता से भरे हुए हैं। भारत की ये विविधता उस आध्यात्मिक चेतना में रची बसी है जिसके लिए तमिल में कहा गया है, निरेलाम गंगे निलमेलाम काशी। ये वाक्य महान पांड्य राजा पराक्रम पांड्यन का है। इसका अर्थ है हर जल गंगा जल है, भारत का हर भूभाग काशी है। ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിന്ദിയിലെ പ്രസംഗം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തത്സമയം തമിഴിലും ലഭ്യമാക്കിയത് ഏറെ ശ്രദ്ധേയമായി. ഈ സാങ്കേതിക പുരോഗതിയെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രത്യേക പരാമർശവും നടത്തി. आज यहाँ आर्टिफिशियल इंटेलिजेंस के माध्यम से टेक्नोलॉजी का नया प्रयोग भी हुआ है। ये एक नई शुरुआत हुई है और उम्मीद है इससे आप तक मेरी बात पहुंचना और आसान हुआ है। കാശി തമിഴ് സംഗമത്തിലൂടെ രാജ്യത്തെ യുവാക്കൾക്കിടയിൽ പുരാതന പാരമ്പര്യത്തോടുള്ള താൽപര്യം വർദ്ധിച്ചതിലുള്ള സന്തോഷവും പ്രധാനമന്ത്രി പങ്കിട്ടു. തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രൊഫഷണലുകൾ, ആത്മീയ ഗുരുക്കൾ, കർഷകരും കരകൗശല വിദഗ്ധരും, എഴുത്തുകാർ, വ്യാപാരികളും വ്യവസായികളും അടങ്ങുന്ന 7 സംഘങ്ങളാണ് സംഗമത്തിൽ പങ്കെടുക്കുവാൻ കാശിയിലെത്തിയത്. പരിപാടിയുടെ നോഡൽ ഏജൻസി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും നിർവഹണ ഏജൻസി IIT മദ്രാസും ബനാറസ് ഹിന്ദു സർവകലാശാലയുമാണ്. സാംസ്കാരിക, വിനോദസഞ്ചാരം, റെയിൽവേ, ടെക്സ്റ്റൈൽസ്, ഭക്ഷ്യ സംസ്കരണം, MSME, വാർത്താ വിതരണ പ്രക്ഷേപണം, നൈപുണ്യ വികസനവും സംരംഭകത്വവും എന്നീ കേന്ദ്ര മന്ത്രാലയങ്ങളും ഉത്തർപ്രദേശ് സർക്കാരിന്റെ അനുബന്ധ വകുപ്പുകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാടിന്റെയും കാശിയുടെയും കലയും സംസ്കാരവും, കൈത്തറി, കരകൗശല വസ്തുക്കൾ, പാചകരീതികൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. സാഹിത്യം, പ്രാചീന ഗ്രന്ഥങ്ങൾ, തത്വചിന്ത, ആത്മീയത, സംഗീതം, നൃത്തം, നാടകം, യോഗ, ആയുർവേദം, കൈത്തറി, കരകൗശല വസ്തുക്കൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഉള്ള സെമിനാറുകൾ, ചർച്ചകൾ, പ്രഭാഷണങ്ങൾ സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കാശിയിലെ നമോഘട്ടിൽ തമിഴ്നാടിന്റെയും കാശിയുടെയും സംസ്കാരങ്ങൾ സമന്വയിപ്പിച്ചുള്ള സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. കാശി തമിഴ് സംഗമം ഇരു പ്രദേശങ്ങളും തമ്മിലുള്ള അതിപുരാതന ബന്ധം ആഘോഷിക്കുമ്പോൾ ഊട്ടിയുറപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യം കൂടിയാണ്.